നമസ്തേ. വൃന്ദാവനം ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദത്താത്രേയ ജയന്തി. ദത്താത്രേയൻ ആരാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണേ. ദത്താത്രേയൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ചൈതന്യം ഒത്തുചേർന്ന മൂർത്തിയാണ്. യോഗവിദ്യകൾക്ക് മുൻഗാമിയാണ്. നാദസമ്പ്രദായത്തിൻ്റെ അവധൂത പരമ്പര ദത്താത്രേയനിൽ നിന്നും തുടങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു. സപ്തർഷികൾ പ്രമുഖനായ അത്രിയുടെയും അനസൂയയുടെയും മകനായി അവതരിച്ച മൂർത്തിയാണ് ദത്താത്രേയൻ. ദത്താത്രേയൻ ജ്ഞാനം സമ്പാദിച്ച 24 ഗുരുക്കന്മാരിൽ പഞ്ചഭൂതങ്ങളും സോമാദിത്യന്മാരും ശലഭപ്പുഴുവും ഉൾപ്പെടുന്നു. ഉത്ഭവഗീതയിലാണ് യോഗേശ്വരനായ കൃഷ്ണൻ ദത്താത്രേയൻ്റെ ഗുരുക്കന്മാരെപ്പറ്റി ഉദ്ധവർക്ക് അറിവ് പകർന്നത്. ദത്താത്രേയനെ കേരളത്തിൽ 2 ക്ഷേത്രങ്ങളാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് ആലുവ ദേശത്തുള്ള ദത്ത ആഞ്ജനേയ ക്ഷേത്രവും മറ്റൊന്ന് എറണാകുളം എളമക്കര താന്നിക്കലുള്ള ദത്താത്രേയ ദേവസ്ഥാനവുമാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ നടക്കുന്ന ദത്താജയന്തി ആഘോഷം മറ്റൊരിടത്തും ഇല്ലാത്തതാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ ക്ഷേത്രത്തിലെത്തി സത്സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ദത്താത്രേയ ജയന്തി നാളിൽ കുഞ്ഞിനെയുമെടുത്ത് ക്ഷേത്രത്തിൽ വരും. അവിടെ ഒരു തൊട്ടിലിൽ ശ്രീമാൻ ദത്താത്രേയൻ്റെ ശൈശവരൂപത്തിലുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കും. അതിനോടൊപ്പം വെച്ചിരിക്കുന്ന തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തും. മാതാപിതാക്കൾ പ്രാർത്ഥനാപൂർവം താരാട്ടുപാട്ടിൻ്റെ അകമ്പടിയോടെ തൊട്ടിലാട്ടും. ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അധികാരികൾ ഒരുക്കും. ഈ വർഷം ഡിസംബർ 4-ലാണ് ദത്താത്രേയ ജയന്തി. അതിൻ്റെ പിന്നിലുമുണ്ട് ഒരു പുരാവൃത്തം. അതിങ്ങനെ: ഒരിക്കൽ അനസൂയ ത്രിമൂർത്തികൾ തൻ്റെ മക്കളായി പിറക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുള്ള വരം വാങ്ങുകയും ചെയ്തു. ഒരു നാൾ ത്രിമൂർത്തികൾ അത്രിയുടെ പർണശാലയിലെത്തി ആഗതരെ അനസൂയ ഉപചാരപൂർവ്വം വരവേറ്റു. ഭക്ഷണത്തിന് ക്ഷണിച്ചു. ത്രിമൂർത്തികളാകട്ടെ ഒരു നിബന്ധന വെച്ചു: വിവസ്ത്രയായി വേണം ഭക്ഷണം വിളമ്പാൻ. തപസ്സിദ്ധിയുള്ള അനസൂയയുണ്ടോ കുലുങ്ങുന്നു. കമണ്ഡലുവിൽ നിന്ന് തീർത്ഥം ജപിച്ച് ത്രിമൂർത്തികളുടെ മേൽ പ്രോക്ഷണം ചെയ്തു. ത്രിമൂർത്തികളും ശിശുരൂപത്തിലായി. അനസൂയ കുഞ്ഞുങ്ങൾക്ക് സ്തന്യപാനം നൽകി. 3 ശിശുക്കളും ഒരുടലും 3 ശിരസ്സുമായി ദത്താത്രേയ രൂപം ധരിച്ച് അനസൂയയിൽ നിന്ന് അനുഗ്രഹം തേടി എന്ന് പുരാവൃത്തം. അനസൂയ മുലയൂട്ടുന്നതിനാൽ മാതൃസ്ഥാനത്തിനുടമയായി. ഈ സങ്കല്പത്തിലാണ് ഇവിടെ ദത്താത്രേയനെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ആരാധിക്കുന്നത്. ഇതാണ് ദത്താത്രേയനെക്കുറിച്ചുള്ള അറിവ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഇന്ന് ദത്താത്രേയ ജയന്തി മാത്രമല്ല, ഇന്ന് തൃക്കാർത്തിക മഹോത്സവം കൂടിയാണ്. തൃക്കാർത്തിക ആശംസകളും ദത്താത്രേയ ജയന്തി ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.